ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ സ്ഥിരം ഉണ്ടാകുന്ന ഒരു ശല്യമാണ്. മെയിനായിട്ട് പല്ലി, അതുപോലെ തന്നെ എലി തുടങ്ങിയ ജീവികളുടെ ശല്യം വളരെ കൂടുതലാണ്. ഇതിൻ്റെ അടിയിലെല്ലാം പല്ലി ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ പല്ലിയുടെ ശല്യം ഉണ്ടാകുന്ന അടുത്തൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഗ്യാസ് സ്റ്റവിൻ്റെ താഴ്ഭാഗത്തൊക്കെയാണ്. ആഹാരത്തിലൊക്കെ പല്ലി വീണ് കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക. പല്ലിനെ കൊണ്ട് ഉണ്ടാവുന്ന ശല്യത്തിനേക്കാൾ കൂടുതൽ ശല്യമാണ് നമ്മൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം പാമ്പിന്റെ ശല്യം ഉണ്ടാവും. എലി, പെരിച്ചാഴി തുടങ്ങിയ ജീവികളും നമ്മുടെ വീട്ടിൽ സ്ഥിരം ശല്യം ഉണ്ടാക്കാറുണ്ടല്ലേ. ഇതുപോലുള്ള ജീവികളെ നമ്മൾ യാതൊരു കെമിക്കലും ഇല്ലാതെ ഇവയുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന സിമ്പിൾ ടിപ്പാണ്. പാമ്പിൻ്റെയൊക്കെ ശല്യം ഉണ്ടാവും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പാമ്പിന്റെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ആദ്യമായിട്ട് നമ്മുടെ പല്ലിയുടെ ശല്യം, അതുപോലെ ഉറുമ്പ്, പാറ്റ തുടങ്ങിയ പ്രാണികളുടെ ശല്യം ഒഴിവാക്കാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ്. അതിന് നമ്മൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ലഭിക്കുന്ന ഒരു സാധനം തന്നെയാണ് വിക്സ് അല്ലെങ്കിൽ അമൃതാഞ്ചൻ. നിങ്ങളുടെ വീട്ടിൽ ഏതാണ് അവൈലബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം. അടുത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനീഗർ. കാരണം ഇതുപോലുള്ള പ്രാണികൾക്ക് ഹാർഡായിട്ടുള്ള ഫ്ലേവറുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ടേബിൾ സ്പൂൺ വിനീഗർ എടുക്കുക. ഈ ഒരു മിക്സ് ഉണ്ടാക്കുന്ന ആ സമയത്ത് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്ലേവർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഫീൽ ചെയ്യുന്നതിൻ്റെ എത്രയോ ഇരട്ടി സ്മെല്ല് ഇതുപോലുള്ള പ്രാണികൾക്കും ജീവികൾക്കും അറിയാൻ പറ്റുന്നതാണ്. വിനീഗർ ഒഴിച്ചതിന് ശേഷം കുറച്ച് വിക്സ് നമ്മൾക്ക് ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്യാം. ചൂടുവെള്ളത്തിലാണെങ്കിൽ വളരെ പെട്ടെന്ന് മിക്സ് ചെയ്ത് കിട്ടുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലോട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് കുറച്ച് കായപ്പൊടിയാണ് കേട്ടോ. വളരെ പവർഫുള്ളായ ഒരു സ്മെല്ലാണ് നമ്മളിത് മൂന്നും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. കായം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല, പക്ഷെ അത് അലിഞ്ഞു കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. നല്ല ചൂടുവെള്ളത്തിൽ കുറേ നേരം മിക്സ് ചെയ്താൽ മാത്രമേ നന്നായിട്ട് അലിഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ ഫ്ലേവർ അല്പം കുറഞ്ഞാലും കായപ്പൊടിയും നമുക്ക് യൂസ്ഫുള്ളായ ഒരു ഐറ്റം തന്നെയാണ്. ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വെള്ളം മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു 3 ഐറ്റം മാത്രം മതി. വെള്ളം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലേവർ നല്ല രീതിയിൽ കുറയുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വിനീഗർ ഒരു സ്പൂണിന്റെ പകരം 2-3 സ്പൂൺ വിനീഗർ മാത്രം ആഡ് ചെയ്താൽ മതി. ബാക്കി എല്ലാ ഐറ്റംസും ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഇട്ട് കഴിഞ്ഞാൽ മാത്രം മതി. ഇപ്പൊ തന്നെ നല്ല രീതിയിൽ ഫ്ലേവർ ഉണ്ട്. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ, വീട്ടിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കുറച്ച് അധികം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം കംപ്ലൈന്റ് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് ഉപയോഗിക്കാം. ഈ ഒരു മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് കെമിക്കൽ വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാളും എഫക്റ്റീവായ ഒരു ടിപ്പാണ്. അപ്പോൾ നമുക്ക് പല്ലിയുടെ ശല്യമുള്ള ഈ ഭാഗങ്ങളിലെല്ലാം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എവിടെയൊക്കെയാണോ പല്ലിയുടെ ശല്യം ആ ഭാഗത്തെല്ലാം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഒരു സ്പ്രേ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ദിവസങ്ങൾ ഇതിൻ്റെ ഫ്ലേവർ നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പിൻ്റെ മേൽഭാഗത്തെല്ലാം ഇതുപോലെ ഒന്ന് ആ സൊല്യൂഷൻ കൊണ്ടൊന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റൗവിലും പല്ലി, പാറ്റ, ഉറുമ്പ് തുടങ്ങിയ ശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, നമ്മുടെ സിങ്ക് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. ഏറ്റവും കൂടുതൽ പാറ്റകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ സിങ്കിൻ്റെ ഹോസിനകത്താണ്. ഒരു 2 സ്പ്രേ ഇതിലോട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിനകത്തുണ്ടാവുന്ന പ്രാണികളുടെ ശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഉറുമ്പിൻ്റെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ല് വരുന്ന സമയത്ത് തന്നെ ഉറുമ്പ് കൂടെയൊക്കെയുള്ള എഫക്റ്റീവായ ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട അടുത്തൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പാമ്പിൻ്റെ ശല്യം വളരെയധികം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ഭാഗത്തെല്ലാം ഈ ഒരു ഫ്ലേവർ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാമ്പിൻ്റെ ശല്യം ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് പെട്ടെന്ന് അവയെ ഒഴിവാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കാരണം നമുക്ക് പാമ്പിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണയാണ്. പക്ഷേ മണ്ണെണ്ണ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും സമയത്ത് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അതിനൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യാതെ നമുക്ക് ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പാമ്പിൻ്റെ ശല്യം മാത്രമല്ല, പാമ്പ്, എലി, പല്ലി, പാറ്റ, ഉറുമ്പ് തുടങ്ങിയ എല്ലാത്തിനും കൂടെ നമുക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം മതി കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സൊല്യൂഷനാണ്. നിങ്ങൾ വീട്ടിൽ മാക്സിമം ഉണ്ടാക്കി വയ്ക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എലി, പെരിച്ചാഴി തുടങ്ങിയ വലിയ ജീവികൾ ഒഴിവാക്കാനുള്ള ടിപ്പാണ്. അതും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ആദ്യം കാണിക്കുന്നത്. ഇത് ഗോതമ്പ് പൊടിയാണ്. കാരണം എലിക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചാൽ മാത്രമേ എലി വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഗോതമ്പ് പൊടിക്ക് കൂടാതെ അതിന് പോയ്സൺ എന്ന നിലയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുളികയാണ്. ഇത് പാരാസെറ്റമോളിൻ്റെ 650 ഡോസുള്ള ഗുളികയാണ്. കാരണം മാക്സിമം കുറച്ച് ഡോസ് ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ സഡൻ ആയിട്ട് ക്വിക്കായിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാനൊരു
2 ഗുളിക ഇത് എടുക്കുകയാണ്, പൊടിച്ചതിന് ശേഷമാണ് ചേർക്കുന്നത്. ഒരു 2 പാരാസെറ്റമോളിൻ്റെ ഗുളിക ഞാൻ പൊടിച്ചിട്ടുണ്ട്. ഇനി ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യുന്ന ലിക്വിഡാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു പോർഷൻ ലിക്വിഡും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഈ ഒരു ഐറ്റവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റംസ് എല്ലാം പൂർത്തിയായി. നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറാണ്. അപ്പോൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. എലിയുടെ വയറിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ എലികൾ ചാവുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ബോൾ പോലെ ഇതൊന്ന് ഒരു ചെറിയ ചെറിയ സൈസിലാക്കി എടുക്കാം. അപ്പോൾ അതിന് കഴിക്കാൻ പറ്റുന്ന ഒരളവിൽ ഇത് നാക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എലിയെ ഓടിക്കാനുള്ള അല്ലെങ്കിൽ എലിയെ കൊല്ലാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ടിപ്പാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ എലിയുടെ ശല്യമുള്ള അല്ലെങ്കിൽ എലി വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ ഒരു ഇലയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ നിങ്ങൾ വെക്കുക. എലി വന്ന് കഴിക്കുന്നതാണ്. കഴിച്ചു കഴിഞ്ഞാൽ സഡനായിട്ട് അത് ചാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സിമ്പിൾ ടിപ്പ് ചെയ്യുക, കെമിക്കലൊന്നും വെക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ മറ്റുള്ള ചെയ്ത ടിപ്സുകൾ യൂസ്ഫുൾ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ 100% റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എവിടെയൊക്കെയാണോ നമുക്ക് എലി പെരിച്ചാഴിയൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തെല്ലാം നിങ്ങൾക്ക് വെക്കാം. വണ്ടികളിലൊക്കെ ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ അടിഭാഗത്ത് വെക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു സിമ്പിൾ ടിപ്പ് ഇനി മുതൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ്. അടുത്ത ഒരു സിമ്പിൾ ടിപ്പ് കൂടി കാണിച്ചു തരാം. നമ്മൾ കുറച്ച് ഉപ്പെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്താലും അത്യാവശ്യം റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ്. അതിലോട്ട് നമ്മൾ ഇനി അടുത്ത് ചേർക്കാൻ പോകുന്നത് കുറച്ച് വിനീഗറാണ്. കല്ലുപ്പാണെങ്കിലും കുഴപ്പമില്ല, പൊടിയുപ്പാണെങ്കിലും കുഴപ്പമില്ല. കല്ലുപ്പാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവാണ്. ഇനിയിപ്പോൾ കല്ലുപ്പില്ലെങ്കിൽ പൊടിയുപ്പിൽ ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് എലി പാറ്റൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ ആ ഭാഗങ്ങളിൽ ഇത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്ലേവർ കുറേ ദിവസങ്ങളോളം നിൽക്കുന്നതാണ്. കാരണം ഈ പ്രാണികളുടെ ശല്യമുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ വെക്കുകയാണെങ്കിൽ നമ്മൾ ആഴ്ചകളോളം ഇത് സൂക്ഷിക്കാൻ പറ്റും. യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. ഇതിൻ്റെ ഫ്ലേവർ ഉണ്ടെങ്കിലും നമുക്ക് ഉറുമ്പ്, പല്ലി, പാറ്റ തുടങ്ങിയ ഒരു പ്രാണികളും വീടിനകത്തോട്ട് വരില്ല. അപ്പോൾ അത് അടുക്കളയിൽ, സ്റ്റോർ റൂമിൽ, നിങ്ങൾക്ക് എവിടെയാണോ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും നിങ്ങൾ വെക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നല്ല യൂസ്ഫുള്ളായ ടിപ്പാണ്. പിന്നെ വളരെ ഈസിയാണ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്ക് വീണ്ടും ഗുഡ് ബൈ.